നമ്മുടെ കാറിൻ്റെയൊക്കെ ബാറ്ററി മാറാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് നമ്മുടെ ആ ഒരു പഴയ ബാറ്ററി ചെറിയൊരു എമൗണ്ടിന് ആ ഒരു കടയിൽ എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു തിരിച്ചെടുത്ത ബാറ്ററിക്ക് പിന്നെ എന്ത് സംഭവിക്കുന്നത്? അപ്പോൾ ഇതിൽ പ്രഷ്യസ് ആയിട്ടുള്ള ആ ഒരു ലെഡ് അതുപോലെ ഫെറസ് ആയിട്ടുള്ള മെറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഏത് കമ്പനിയാണ് റീസൈക്കിൾ ചെയ്യുന്നത്? അപ്പോൾ ആ ഒരു റീസൈക്ലിംഗ് ബിസിനസ്സിലുള്ള ഒരു കമ്പനിയുടെ IPO കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർതി ഇൻഡസ്ട്രീസ്. നമ്മൾ നേരത്തെ CMR ഗ്രീൻ ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് ഒരു റീസൈക്ലിംഗ് കമ്പനിയായിരുന്നു. അത് 40% പ്രീമിയത്തിലാണ് മാർക്കറ്റിൽ ലിസ്റ്റ് ആയത്. അതുപോലെ ഒരു ഗെയിൻസ് ഈ ഒരു കമ്പനിക്ക് കിട്ടും. അതുപോലെ ഈ ഒരു കമ്പനിയുടെ കുറച്ച് വർഷങ്ങൾ കൊണ്ടുള്ള ഗ്രോത്ത് വളരെ എക്സെപ്ഷണലാണ്. അതുപോലെ ഈ കമ്പനിക്ക് വലിയൊരു മോട്ടുണ്ട് ഇവരുടെ ബിസിനസ്സിൽ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കമ്പനിയെ ലോങ് ടേമിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് മാറ്റുമോ? അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു IPO ഓപ്പൺ ആവുന്നത് ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. അതുപോലെ ഓഗസ്റ്റ് 7-ാം തീയതി ഈ ഒരു IPO ക്ലോസ് ആവും. അതുപോലെ ഈ ഒരു കമ്പനിയുടെ IPOയുടെ അലോട്ട്മെൻറ്റ് ഫൈനലൈസ് ചെയ്യുന്നത് 10-ാം തീയതിയും 11-ാം തീയതി ഈ ഒരു കമ്പനിയുടെ അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഷെയർസ് ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അല്ലെങ്കിൽ ആ ദിവസം നമ്മുടെ റീഫണ്ട് കിട്ടും. 12-ാം തീയതിയാണ് ഈ ഒരു IPO മാർക്കറ്റിൽ ലിസ്റ്റ് ആവുന്നത്. ഇത് ബേസിക്കലി ഒരു 426 കോടി രൂപയുടെ IPO ആണ്. ഇതിൽ 35% റീറ്റെയിൽ കാറ്റഗറിക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. അതുപോലെ 15% നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് HNA കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക്. അതുപോലെ 50% ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് വേണ്ടി റിസർവ്ഡ് ആണ്. ഈ ഒരു 426 കോടി രൂപയുടെ IPOയിൽ 320 കോടി രൂപയോളം ഫ്രഷ് ഇഷ്യൂ ആണ്. ഈ ഒരു കമ്പനിയിലോട്ട് തന്നെ വരുന്ന പൈസയാണ്. അതുപോലെ ബാക്കി ആ ഒരു 106 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലാണ്. ബേസിക്കലി ഈ ഒരു 320 കോടിയുടെ ഫ്രഷ് ഇഷ്യൂവിൽ, അതായത് കമ്പനിയിലോട്ട് വരുന്ന പൈസ ഈ ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സിന് വേണ്ടിയിട്ട് ആ ഒരു ഷോർട്ട് ടേം ക്യാപിറ്റലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഒരുപാട് പൈസ വേണ്ടി വരും. ആ ഒരു കമ്പനിക്ക് ഇൻവെൻറ്ററി കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാഷ് കളക്ഷനൊന്നും അത്ര നല്ലതല്ല ഈ ഒരു കമ്പനിക്ക്. അപ്പോൾ ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഹെവി ആയിട്ടുള്ള ബിസിനസ് തന്നെയാണിത്. അതുപോലെ തന്നെ 20 കോടി ആ ഒരു കമ്പനിയുടെ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു 320 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂവിൽ 220 കോടി രൂപ ഈ ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഒരുപാട് വേണ്ടുന്നൊരു കമ്പനിയാണ്. റോ മെറ്റീരിയൽ, അതായത് ഈ ഒരു സ്ക്രാപ്പ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാനായാലും അപ്പോൾ കുറച്ച് ഇൻവെൻട്രി ആയിട്ട് ലോക്ക്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ക്യാഷ് കളക്ഷൻ അത്ര പെട്ടെന്നല്ല. അപ്പോൾ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഹെവി ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അവർക്ക് ആ ഒരു വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി പൈസ വേണം. അതുപോലെ തന്നെ 20 കോടി രൂപ വരെ ഡെറ്റ് പേയ്മെൻറ്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ജനറൽ കോർപ്പറേറ്റ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ബാക്കി ആ ഒരു 106 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിൽ ഉണ്ടല്ലോ, അത് ബേസിക്കലി അതിൻ്റെ പ്രൊമോട്ടേഴ്സ് തന്നെ അതിൻ്റെ ഷെയർസ് വിൽക്കുന്നതാണ്. 2 കോടി ഷെയർസാണ് ഈ ഒരു സന്ദീപ് അഗ്രവാളും നികുഞ്ച് അഗ്രവാളും കൂടെ വിൽക്കുന്നത്. 2 പേരും ഓരോ കോടി ഷെയർസാണ് വിൽക്കുന്നത്. ബേസിക്കലി ഇവരുടെ ആ ഒരു പ്രൊമോട്ടർ ഹോൾഡിങ് 91.5 എന്നുള്ള ലെവലിൽ നിന്ന് 67.5 എന്നുള്ള ലെവലിലോട്ട് വരും ഈ ഒരു IPOയ്ക്ക് ശേഷം. ആദ്യം തന്നെ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. ബേസിക്കലി നമ്മുടെ ഈ ഒരു ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ടല്ലോ, ലെഡും സൾഫ്യൂരിക് ആസിഡും കൊണ്ടുള്ള കെമിസ്ട്രി ഉള്ള ബാറ്ററികൾ ബേസിക്കലി നമ്മുടെ കാറിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ബാറ്ററി, ഈവൻ EVസിൽ വരെ ഈ ഒരു ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ള ആ ഒരു മോട്ടറും ആ ഒരു AC കംപ്രസറും ഒന്നും അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മിക്കവാറുമുള്ള EVസിലും ഈ ഒരു ലെഡ് ആസിഡ് ബാറ്ററി കൊണ്ടാണ് പവർ ചെയ്യുന്നത്. അതുപോലെ നമുക്കറിയാം നമ്മുടെ ഇൻവെർട്ടർ, സോളാർ ഇൻവെർട്ടർ ആയിരിക്കാം, അല്ലാത്ത ഇൻവെർട്ടർ ആയിരിക്കാം, നമ്മൾ പവർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ബാറ്ററി ഉണ്ട്, ട്യൂബുലർ ബാറ്ററികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ലെഡ് ആസിഡ് ബാറ്ററികളാണ്. അപ്പോൾ ഇതുപോലുള്ള ബാറ്ററിയൊക്കെ അവരുടെ ലൈഫ് കഴിയുമ്പോഴത്തേക്കും റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ റീസൈക്കിൾ ചെയ്യുമ്പോൾ അതിൽ നല്ലൊരു ശതമാനം ലെഡ് അതുപോലെ ബാക്കിയുള്ള ഫെറസ് മെറ്റൽസും ഒക്കെ കുറച്ച് കിട്ടാറുണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന കാര്യങ്ങൾ 99% റീസൈക്കിളബിൾ ആണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ബാറ്ററിക്ക് നമ്മുടെ ലിഥിയം അയൺ ബാറ്ററിയേക്കാൾ ഒരുപാട് കോസ്റ്റ് കുറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു EV വെഹിക്കിൾസിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ബാറ്ററി കൂടുതൽ പ്രിഫർ ചെയ്യാനുള്ള കാര്യം. ഇപ്പോൾ ഈ ഒരു കമ്പനി നമ്മുടെ ലോക്കലായിട്ടുള്ള ഇതുപോലുള്ള റീസൈക്കിൾ ചെയ്യുന്ന ബാറ്ററീസും പുറത്തുനിന്ന് ഇതുപോലെ സ്ക്രാപ്പായിട്ട് ഈ ഒരു ലെഡ് ആസിഡ് ബാറ്ററീസും കളക്ട് ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്യും. അവരുടെ ഒരു ഫാക്ടറി ഉണ്ട് തിരുപ്പതിയിൽ, ആന്ധ്രാപ്രദേശിലുള്ള തിരുപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ആ ഒരു ക്ഷേത്രമൊക്കെ ഉള്ള സ്ഥലത്ത്. അപ്പോൾ അവിടെ ഇവർക്ക് 1,56,000 ടണ്ണോളം പ്രോസസ്സ് ചെയ്യാൻ ഉള്ള ആ ഒരു ഫാക്ടറി കപ്പാസിറ്റി ഉണ്ട്. ഈ ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ MOEFCCയുടെ, അതായത് ഈ ഒരു മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റെഗുലേറ്ററി അപ്രൂവലുകളൊക്കെ വേണം. അപ്പോൾ ഈ ഒരു റെഗുലേറ്ററി അപ്രൂവലൊന്നും പെട്ടെന്ന് ഒരു കമ്പനിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനി അഥവാ അപ്രൂവലിന് വേണ്ടി അപ്ലൈ ചെയ്താൽ പോലും ഒരുപാട് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് തന്നെ ആ ഒരു കമ്പനിയുടെ ഒരു മോട്ടാണ്. വേറുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ആ ഒരു കമ്പനിക്കുണ്ട്. ആക്ച്വലി ഈ ഒരു കമ്പനി 1969 തൊട്ടേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ 1991 ഈ ഒരു കമ്പനിയുടെ പുതിയ ജനറേഷൻ ആൾക്കാർ വന്നിട്ടുണ്ടോ എങ്കിലും ഈ ഒരു കമ്പനി ആക്ച്വലി പ്രവർത്തനം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1921 ഈ ഒരു ബൻസൽ ഫാമിലി ഈ ഒരു കമ്പനി അക്വയർ ചെയ്തതിൽ പിന്നാണ്. അതിനുശേഷം അവർ ഈ ഒരു ഫാക്ടറിയിൽ നല്ല രീതിയിൽ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ
ബേസിക്കലി ഈ ഒരു തിരുപ്പതിയിലെ ആ ഒരു ഫാക്ടറിയിലാണ് ബിസിനസ് ചെയ്യുന്നത്. അവിടെ ഇവർ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രാപ്പ്, ഈ ലെഡ് ആസിഡ് ബാറ്ററികളൊക്കെ പുറത്തുനിന്ന് സോഴ്സ് ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ബാറ്ററീസൊക്കെ അവർ പ്രോസസ്സ് ചെയ്തിട്ട് ലെഡ്, പ്യൂറായിട്ടുള്ള ലെഡ് 99.7% ഒക്കെ പ്യൂരിറ്റി ഉള്ള ആ ഒരു ലെഡായിട്ട് കൺവേർട്ട് ചെയ്താണ് സെല് ചെയ്യുന്നത്. അതിൽ നിന്നാണ് 57% ആ ഒരു കമ്പനിയുടെ റവന്യൂസ് വരുന്നത്. പിന്നെ അതുപോലെ ഈ ഒരു ലെഡ് അലോയ്സ് നിന്നാണ് 27.5% റവന്യൂസ് വരുന്നത്. അത് ബേസിക്കലി ഈ ഒരു ലെഡിൻ്റെ മിക്സാണ്, ലെഡും കാഡ്മിയം ആയിട്ടുള്ള മിക്സ്, അല്ലെങ്കിൽ ടിന്ന്, ആൻറ്റിമണി, സിൽവർ ഒക്കെ ആയിട്ടുള്ള അതുപോലുള്ള മെറ്റൽസുമായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു കസ്റ്റമറുടെ നീഡ് അനുസരിച്ച്, മിക്കവാറും ഓട്ടോമൊബൈൽ കമ്പനീസും ഈ ഒരു ബാറ്ററി വേണ്ടുന്ന കമ്പനീസും ഒക്കെ ആയിരിക്കും ഈ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാറ് ഈ ഒരു കമ്പനിയിൽ നിന്ന്. അപ്പോൾ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് ഈ ഒരു അലോയ്സ് അതുപോലെ കൊടുക്കാറുണ്ട് ഈ ഒരു കമ്പനി. അതുപോലെ ഇവരുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു ലെഡിൻ്റെ ആ ഒരു പ്യൂരിറ്റി, അതിനുള്ള സർട്ടിഫിക്കറ്റ് പല സ്ഥലത്തുനിന്നുമുണ്ട്. NABLൻ്റെ, അതുപോലെ തന്നെ ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച് ഈ ഒരു കാര്യം റെക്കഗ്നൈസ് ചെയ്തതാണ് ഇവരുടെ ആ ഒരു പ്യൂരിറ്റി, ആ ഒരു മെറ്റലിൻ്റെ പ്യൂരിറ്റി. അതുപോലെ നമ്മുടെ MCX എൻപാനൽ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണിത്. അപ്പോൾ ആ ഒരു ലെഡിൻ്റെ ആ ഒരു പ്യൂരിറ്റി ഈ ഒരു കമ്പനിയുടെ കസ്റ്റമേഴ്സിന് ആ ഒരു കമ്പനി തന്നെ പർച്ചേസ് ചെയ്യാനുള്ളൊരു കാര്യമായിട്ട് മാറുകയാണ്. അപ്പോൾ അതും ഒരു കമ്പനിയുടെ ഒരു കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ആദ്യമൊക്കെ ഇവരുടെ മെയിനായിട്ടുള്ള കസ്റ്റമർ അവരുടെ ആ ഒരു തിരുപ്പതി ഫാക്ടറിയുടെ അടുത്ത് തന്നെ ഫാക്ടറി ഉള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബാറ്ററി മാനുഫാക്ചറിൽ ഒരാളായിട്ടുള്ള അമർ രാജ ബാറ്ററീസ് ആണ്. അവരുടെ നിന്നായിരുന്നു ഒരു 80% റവന്യൂസ് വന്നുകൊണ്ടിരുന്നത്. അതിപ്പോൾ കുറച്ച് ഓൾമോസ്റ്റ് 40%-ോട്ടൊക്കെ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കമ്പനിയുടെ ടോട്ടൽ ഇൻകം, അതായത് ആ ഒരു കമ്പനിയുടെ റവന്യൂസ് 2024 463 കോടിയായിരുന്നത് 2025 744 കോടിയായിട്ട് വളർന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 60% ഗ്രോത്ത്. 2026 അത് 1169 കോടിയായിട്ട് വളർന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 57% ഗ്രോത്ത്. അതുപോലെ നമ്മൾ ഇബിട്ട മാർജിൻ നോക്കുകയാണെങ്കിൽ 6.1 നിന്ന് 8.9% വന്നിട്ടുണ്ട്. പിന്നെ അത് 12.6% വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇബിട്ട മാർജിനിലും ആ ഒരു നല്ല ഗ്രോത്ത് ആ ഒരു കമ്പനി കാണിക്കുന്നുണ്ട്. അതുപോലെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 9 നിന്ന് 33 കോടിയോട്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് 85 കോടിയിലോട്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 271%. 2026 154%. അപ്പം ഭയങ്കര ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് മാർജിനും അതുപോലെ തന്നെ കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡെറ്റ് ടു ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5 നിന്ന് 1.2 കുറഞ്ഞു വന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യം. എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ നല്ലതായിട്ട് തോന്നി ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഒരു കമ്പനികൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വാല്യൂഷനും നമ്പേഴ്സിൻ്റെയും പുറയിലുള്ള കഥകൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം. ഈ ഒരു കമ്പനിയുടെ IPO വരുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര വലിയൊരു ഗ്രോത്ത് ഈ ഒരു കമ്പനി എങ്ങനെയാണ് കാണിച്ചത്? അതുപോലുള്ള ക്യാഷ് ഫ്ലോസ് ഈ ഒരു കമ്പനിയിലോട്ട് വന്നിട്ടുണ്ടോ? അത് വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അത്ര നല്ലൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ഈ ഒരു കമ്പനിക്കില്ല. അത്രയ്ക്ക് ഈ ഒരു നെറ്റ് പ്രോഫിറ്റിൽ കാണിക്കുന്ന രീതിയിലുള്ള പൈസ ഒന്നും ഈ ഒരു കമ്പനിയിലോട്ട് വന്നിട്ടില്ല. അതുപോലെ ഡെറ്റ് ടു ഇക്വിറ്റി 5 നിന്ന് 1.2 വന്നിട്ടുണ്ട്. എന്ന് വെച്ച് അവരുടെ ഡെറ്റ് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. ഡെറ്റ് കുറയാതെ ഡെറ്റ് ടു ഇക്വിറ്റി എങ്ങനെ കുറയാൻ പറ്റും? അതിൻ്റെ ആ ഒരു ഡിനോമിനേറ്റർ ആയിട്ടുള്ള ആ ഒരു എക്വിറ്റി വാല്യൂ ഒരുപാട് കൂടുകയാണെങ്കിൽ, അതായത് ഈ ഒരു കമ്പനി ഒരുപാട് ക്യാഷ് എക്വിറ്റി ആയിട്ട് റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കമ്പനിയുടെ ഡെറ്റ് ഇക്വിറ്റി ഇത്ര കുറഞ്ഞത്. നമുക്കറിയാം ഡെറ്റ് ഇക്വിറ്റി ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എക്വിറ്റിക്ക്, അതായത് ഈ ഒരു ഷെയറിലുള്ള ആ ഒരു കമ്പനിയുടെ വാല്യൂവിന് അനുപാതമായിട്ട് എത്ര കടമുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഒരു എക്വിറ്റി വാല്യൂ തന്നെ ഒരുപാട് കൂടുകയാണെങ്കിൽ അതിന് അനുപാതമായിട്ടുള്ള കടം ആ ഒരു ലെവലിൽ തന്നെ നിന്നാലും കുറവായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഡെറ്റ് ഇക്വിറ്റി ആ ഒരു ലെവലിൽ നിൽക്കുന്നത്. പിന്നെ ഇവരുടെ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ മെയിനായിട്ടുള്ള ആദ്യത്തെ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ടോട്ടൽ വോളിയത്തിലുള്ള ഗ്രോത്താണ്. അത് നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. 32,500 മെട്രിക് ടൺ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് 70,000 മെട്രിക് ടൺ വരെ അവരുടെ ടോട്ടൽ വോളിയം, അവരുടെ ആ ഒരു വോളിയം പ്രൊഡ്യൂസ്ഡ് കൂടിയിട്ടുണ്ട്. അതുപോലെ അവരുടെ കപ്പാസിറ്റി ഓൾമോസ്റ്റ് 50,000 മെട്രിക് ടൺ ഒരു വർഷം ഉള്ളതിൽ നിന്ന് ഓൾമോസ്റ്റ് 1,04,000 വരെ എത്തിയിട്ടുണ്ട്. അവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇപ്പോഴും ഓൾമോസ്റ്റ് 65 ആ ഒരു ശതമാനത്തിനടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു ഇനി ഒരു ക്യാപെക്സ് ചെയ്യാതെ തന്നെ ഒത്തിരി ഒരു ഗ്രോത്തിനുള്ളൊരു ഹെഡ് റൂം ഉണ്ട്. പിന്നെ അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ള മെയിനായിട്ടുള്ള വേറൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ റിയലൈസേഷൻസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പെർ ടണ്ണിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തുക, ആ ഒരു എമൗണ്ടും 1,28,000 നിന്ന് 1,46,000 രൂപ വരെ എത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്രോഫിറ്റ് ഗ്രോത്തിനും മാർജിൻ ഗ്രോത്തിനും ഉള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു എക്സ്പോർട്ടിൽ നിന്നുള്ള റവന്യൂസ് ഓൾമോസ്റ്റ് 17% ഓൾമോസ്റ്റ് 40% എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ഇവരുടെ ഒരു ഗ്രോത്തിനൊരു ഫാക്ടറാണ്. അതുപോലെ ഈ ഒരു കമ്പനിയുടെ റിട്ടേൺ റേഷ്യോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എക്സെപ്ഷനിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കമ്പനിയുടെ റിട്ടേൺ റേഷ്യോസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ്സിൽ നിന്നാണ്. ആ ഒരു പ്രോഫിറ്റ്സിന് അനുപാതമായിട്ടുള്ള ക്യാഷ് ഫ്ലോ ഈ ഒരു കമ്പനിയിലോട്ട് വരുന്നുണ്ടോ? അതില്ല. അപ്പോൾ ഓൺ പേപ്പർ ഈ ഒരു കമ്പനിയുടെ റേഷ്യോസ് ഒക്കെ വളരെയധികം എക്സെപ്ഷനിലാണ്. ഈ ഒരു കമ്പനി അവരുടെ ആ ഒരു PS ആയിട്ടുള്ള ഗ്രാവിറ്റാസ് ഇന്ത്യയും അതുപോലെ പോണ്ടി ഓക്സൈഡ്സും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു കമ്പനിക്ക് ചെറിയൊരു റവന്യൂ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവരുടെ ആ ഒരു
സോഴ്സ് ഓഫ് റവന്യൂ അത്ര ഡൈവേഴ്സിഫൈഡ് ഒന്നുമല്ല, ചെറിയ ഒരു ടൈപ്പ് ബിസിനസ് മാത്രമേ ഉള്ളൂ. മറ്റവരുടെ കുറച്ചുകൂടി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്, കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അതുപോലെ ഗ്രോത്തിൻ്റെ കാര്യം ഈ ഒരു കമ്പനി എക്സെപ്ഷണലാണ്. ചെറിയ കമ്പനി ആയതുകൊണ്ട് തന്നെ വളരെ സ്പീഡിൽ വളരാൻ പറ്റും. അത് ഈ ഒരു കമ്പനിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ റിട്ടേൺ റേഷ്യോസും റിട്ടേൺ നെറ്റ്വർത്തും ഒക്കെ ആ ഒരു പ്രോഫിറ്റ്സ് ക്യാഷ് ഫ്ലോസ് ആയിട്ട് കമ്പനിയിലോട്ട് വരുന്നെങ്കിൽ മാത്രമേ അതിന് ആ ഒരു അത്ര വലിയൊരു വാല്യൂ ഉള്ളൂ. ഈ ഒരു കമ്പനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ഇൻവെൻട്രി കീപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് റിസീവബിൾസ് ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു കമ്പനിക്ക് ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് നമ്പേഴ്സിന് അത്ര ഒരു വാല്യൂ ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വാല്യൂഷൻ നോക്കാമെങ്കിൽ ഈ ഒരു കമ്പനിക്ക് കുറച്ച് പി കിട്ടുന്നത്. ഓൾമോസ്റ്റ് 19 ടൈംസ് ഏർണിങ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കമ്പനീസൊക്കെ ഓൾമോസ്റ്റ് 30 പിക്ക് മുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ. അതുപോലെ ഈ ഒരു കമ്പനി ചെറിയ കമ്പനി ആയതുകൊണ്ടും ഡൈവേഴ്സിഫൈഡ് അല്ലാത്തതുകൊണ്ടൊക്കെ ആ ഒരു ഫാക്ടേഴ്സും ഇവരുടെ ആ ഒരു വാല്യൂഷനകത്തുണ്ട്. അതുകൊണ്ട് കൂടെയൊക്കെയാണ് കുറച്ച് വാല്യൂഷൻസ് കുറച്ച് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനി വെൽ വാല്യൂഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇതുപോലൊരു കമ്പനി ബാക്കി ഇപ്പോൾ റിസ്ക് കുറഞ്ഞ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ചെറിയ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യും. കുറച്ച് ആ ഒരു വാല്യൂഷൻ മൾട്ടിപ്പിൾസ് കൂടെ കുറച്ച് കിട്ടുവാണെങ്കിൽ അതിനൊരു റീ റേറ്റിങ്ങിനുള്ള ചാൻസ് കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി ആയിരിക്കും ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കൂടുതൽ പ്രിഫർ ചെയ്യാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 20 പിയിൽ ട്രേഡ് ചെയ്യുന്നൊരു കമ്പനി നാളെ 40 പിയിൽ ട്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിട്ടേൺ ഓൾമോസ്റ്റ് ഡബിൾ ആവുകയാണ് ആ ഒരു റീ റേറ്റിംഗ് കൊണ്ട് മാത്രം. പിന്നെ അതുപോലെ തന്നെ ചെറിയ കമ്പനി ആയതുകൊണ്ട് തന്നെ ആ ഒരു ലോ ബേസിൽ നിന്ന് വളരാനുള്ള എളുപ്പം ആ ഒരു കമ്പനിക്കുണ്ട്. ഇപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് നാൾ മുമ്പ് എസ് ടി മാർട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ കുറച്ച് ഷെയർസ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ആ ഒരു പ്രോസ്പെക്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കമ്പനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ഈ ഒരു കമ്പനിയിൽ കുറച്ചുകൂടെ റിസ്ക് ഉണ്ട്. അത് ഞാൻ ഈ ഒരു കമ്പനിയുടെ റിസ്ക്കുകൾ പറയാൻ നേരത്തെ പറയാം. പിന്നെ അതുപോലെ ഈ ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് പറയാം. അത് ഈ ഒരു കമ്പനിയുടെ മെയിനായിട്ടുള്ള സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഈ ഒരു ബിസിനസ്സിന് ലോങ് ടേം ഒരു ഗ്രോത്ത് ഉണ്ട്. ഈ ഒരു EPR, അതായത് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ആ ഒരു പ്രൊഡ്യൂസർ, അതായത് ഈ ഒരു ബാറ്ററിയുടെ മാനുഫാക്ചർ തന്നെ ഇത്ര ശതമാനം അവരുടെ ആ ഒരു ബാറ്ററീസ് റീസൈക്ലിങ്ങിന് വിധേയമാക്കണം എന്നുണ്ട്. ആ ഒരു ടാർഗറ്റ് അവർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഇവരുടെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ് ഇതുപോലുള്ള കമ്പനികൾക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ റോ മെറ്റീരിയൽ സോഴ്സിങ്ങിന് വലിയ ഇഷ്യൂസ് കാണത്തില്ല. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആ ഒരു റോ മെറ്റീരിയൽസ് ഒരുപാട് എൻവയോൺമെൻറ്റൽ റെഗുലേഷൻസ് കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലൊരു ഫാക്ടറി സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഈ ഒരു കമ്പനിയുടെ വലിയൊരു മോട്ടാണെന്ന് ഞാൻ പറഞ്ഞു. MOEFCCയുടെ ഒരു അപ്രൂവലൊക്കെ വേണം ഈ ഒരു ഇതുപോലൊരു ഫാക്ടറി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഇന്ത്യയിലുള്ളതുപോലെ പുറം രാജ്യങ്ങളിൽ അങ്ങനെ കാണണമെന്നില്ല. അവരുടെ ആ ഒരു എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ അവിടെ നിന്നുള്ള റോ മെറ്റീരിയൽ, അവിടെ നിന്നുള്ള ഇതുപോലുള്ള ബാറ്ററി സ്ക്രാപ്പുകളൊക്കെ, ബേസിക്കലി ഇതുപോലുള്ള വേസ്റ്റുകളൊക്കെ പുറം രാജ്യത്ത് നിന്ന് ഇന്ത്യയിലോട്ട് അവർക്ക് കൊടുക്കാറുണ്ട് ഇതുപോലുള്ള കമ്പനികൾക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു രാജ്യത്ത് ജീവിക്കുന്നതുകൊണ്ട് അത് ഈ ഒരു കമ്പനിക്ക് കുറച്ചുകൂടെ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു റോ മെറ്റീരിയൽ സോഴ്സിങ്ങിന് വലിയൊരു ഇഷ്യൂ ഈ ഒരു കമ്പനിക്ക് കാണത്തില്ല. അവരുടെ ആ ഒരു റെഗുലേറ്ററി അപ്രൂവൽസ് അത് അവരുടെ ആ ഒരു മോട്ടാണ് എന്ന് പറയുന്ന പോലെ തന്നെ അവരുടെ ആ ഒരു പ്യൂരിറ്റി സർട്ടിഫിക്കറ്റ്, അവരുടെ ആ ഒരു പ്രൊഡ്യൂസിൻ്റെ ആ ഒരു പ്യൂരിറ്റി, അതും അവരുടെ ആ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഇവരുടെ ആ ഒരു ചെറിയ കമ്പനി ആയതുകൊണ്ടും അവരുടെ ആ ഒരു ഗ്രോത്ത് ഈ ലെവലിലായതുകൊണ്ടും ആ ഒരു വാല്യുവേഷൻസ് ഈ ഒരു കമ്പനിക്ക് കുറച്ച് റീസണബിൾ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് ഈ ഒരു കമ്പനിയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു കമ്പനിക്ക് വരാൻ പോകുന്ന റിസ്ക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ ഒരു മെറ്റൽ പ്രൈസുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. ഈ ഒരു ലെഡിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ് നല്ല രീതിയിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഈ ഒരു കമ്പനി നല്ല രീതിയിൽ ഹെഡ്ജഡ് ആണ്. നമ്മൾ ആ ട്രേഡ് ചെയ്യുന്ന ആ ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉപയോഗം ഈ ഒരു കമ്പനി ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്രൈസ്, ആ ഒരു ലെഡിൻ്റെ പ്രൈസ് പോയാൽ നമുക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത രീതിയിലുള്ള സെല്ലിങ്ങും, അതുപോലെ നമ്മുടെ ഈ ഒരു പ്രൈസ് പെട്ടെന്ന് ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഈ ഒരു കമ്പനി വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും ഈ ഒരു കമ്പനിക്ക് ബെനിഫിറ്റ് ചെയ്തില്ല. ഈ ഒരു ലെഡിൻ്റെ പ്രൈസ് കൂടിപ്പോയാലും ഈ കമ്പനിക്ക് വലിയ ബെനിഫിറ്റ് ഇല്ല, കുറഞ്ഞു പോയാലും ഈ ഒരു കമ്പനിക്ക് ഒരു ദോഷവുമില്ല. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിനനുസരിച്ച് ഈ ഒരു കമ്പനി നല്ല രീതിയിൽ ഹെഡ്ജഡ് ആണ്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഈ ഒരു കമ്പനിയെ നല്ല രീതിയിൽ ബാധിക്കത്തില്ല. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കമ്പനിയുടെ ആ ഒരു പ്ലാന്റ് തിരുപ്പതിയിൽ മാത്രം ഒറ്റ പ്ലാനിലാണ് ഇത്രത്തോളം കപ്പാസിറ്റി ഈ ഒരു ബിസിനസ്സുകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്ലാന്റിന് എന്തെങ്കിലും റെഗുലേറ്ററി ഇഷ്യൂ, നമുക്കറിയാം പണ്ട് വേദാന്തയുടെ തൂത്തുക്കുടിയുള്ള പ്ലാന്റിന് ഒരുപാട് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കോപ്പർ സ്മെൽറ്ററൊക്കെ ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട്, എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങളോ എന്തെങ്കിലും കാരണങ്ങളുണ്ട് ഇവരുടെ ആ ഒരു ഫാക്ടറിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഈ ഒരു കമ്പനിയെ ഫുള്ളായിട്ട് ബാധിക്കും. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് അല്ല. ഈ ഒരു കമ്പനിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു കമ്പനിയുടെ ബിസിനസ് ഒരുപാട് ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്.
ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ വേണം, ഒരുപാട് അഡ്വാൻസുകൾ കൊടുക്കണം, അതുപോലെ റിസീവബിൾസ് ഒരുപാട് കീപ്പ് ചെയ്യേണ്ടി വരും. ഈ ഒരു കമ്പനി പുറത്തുനിന്ന് റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അവരുടെ ആ ഒരു ബിസിനസ് മോഡൽ ചേഞ്ച് ചെയ്യുകയാണ് കുറച്ചുകൂടെ. അവർ കുറച്ച് കൂടുതൽ അഡ്വാൻസ് കൊടുക്കേണ്ട രീതിയിലുള്ള ബിസിനസ്സിലോട്ടാണ് മാറുന്നത്. അപ്പോൾ അതുകൊണ്ടും കൂടാണ് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഈ ഒരു കമ്പനി കുറച്ചുകൂടെ പൈസ IPO വഴി റേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാഷ് ഇങ്ങനെ ലോക്കായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ക്യാഷ് ഫ്ലോസ് വളരെയധികം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇനി ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ഓഫീസിൽ ഇൻവെർട്ടറിന് യൂസ് ചെയ്യുന്ന ആ ഒരു ട്യൂബുലർ ബാറ്ററി ഉണ്ടല്ലോ, ഇതുപോലുള്ള ലെഡ് ആസിഡ് ബാറ്ററി, ആ ഒരു ലെഡ് ആസിഡ് ബാറ്ററി മാറ്റി ലിഥിയം അയൺ ബാറ്ററി ആക്കാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പേസേ എടുക്കത്തുള്ളൂ, കുറച്ച് കൂടുതൽ ചാർജ് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഈ ഒരു ലിഥിയം അയൺ ബാറ്ററിക്ക് ഉണ്ട്. അപ്പോൾ അതുപോലെ ആ ഒരു ബാറ്ററി ഫ്ലൂയിഡ് ഒഴിക്കേണ്ട, അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻറ്റേജുകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഭാവിയിൽ ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിൽ പോലും ഈ ഒരു ലെഡ് ആസിഡ് ബാറ്ററി ഇപ്പോഴും ഒരു ഓക്സിലറി ബാറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ ഓട്ടോമൊബൈൽ എൻ്റെ പല പാർട്സും പലയിടത്തു നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാർട്സൊക്കെ ഓൾറെഡി ഈ ഒരു ഓക്സിലറി ബാറ്ററിയിൽ റൺ ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കൂടെയൊക്കെയാണ് അത് ഭാവിയിൽ മാറി വരാനുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററിയുടെ യൂസ് ഒരുപാട് രീതിയിൽ കുറയും. ഇവരുടെ മെയിനായിട്ടുള്ള ഒരു ബിസിനസ് ഇപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഭാവിയിൽ വരുന്ന ആ ഒരു ചേഞ്ച് കാരണം ഈ ഒരു കമ്പനിയുടെ ബിസിനസ് തന്നെ ഇല്ലാതാവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ അത്രയും ഫോർവേഡായിട്ട് ചിന്തിക്കുമ്പോൾ മാത്രം വരുന്നൊരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ അതുപോലുള്ള ചേഞ്ചസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും EVസിലും എല്ലാം ഓക്സിലറി ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ചീപ്പായിട്ടുള്ള ഓപ്ഷനാണ്. അത് മെയിൻ ഫാക്ടറാണ്. നമ്മുടെ ഇതിൻ്റെ 99% ഇതിൻ്റെ ഭാഗങ്ങളും തിരിച്ച് റീസൈക്കിൾ ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററി വളരെയധികം ചീപ്പാവുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ യൂസ് കേസും ഓൾമോസ്റ്റ് നല്ലതാണ്. ഓൾമോസ്റ്റ് 5 ഇയേഴ്സൊക്കെ ഇതുപോലുള്ള ബാറ്ററികൾ ലാസ്റ്റ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടർ ബാറ്ററി നമ്മൾ പെട്ടെന്നൊരു ലിഥിയം അയൺ ബാറ്ററിയിലോട്ട് മാറണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്ര എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്നൊരു നിയർ ഫ്യൂച്ചറിൽ അത് മാറാൻ പോകുന്നില്ല. എന്നാലും അതൊരു ലോങ് ടേം കൺസേണാണ്. ഞാൻ പറഞ്ഞ ST Mart എന്നുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു മെറ്റൽ ട്രേഡിംഗ് കമ്പനിയാണ്. പക്ഷേ ആ ഒരു കമ്പനി നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ഒരു ടെൻഷനില്ല. ഇങ്ങനൊരു കാര്യം സംഭവിക്കും നമുക്കൊരു പേടിയില്ല. പക്ഷേ ഈ ഒരു കമ്പനിയിൽ ഇങ്ങനൊരു കാര്യം നമുക്ക് പേടി വരും ഫ്യൂച്ചറിലേക്ക്. അപ്പോൾ ബേസിക്കലി ഇത് അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള റീസണബിളി വാല്യൂഡ് ആയിട്ടുള്ളൊരു IPO തന്നെയാണ്. അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു IPO ആണ്. ഓൾമോസ്റ്റ് ഗ്രേ മാർക്കറ്റിൽ 25% പ്രീമിയം ഇപ്പോഴും ഉണ്ട്. അതുപോലെ കുറച്ച് റിസ്ക് എടുത്തിട്ട് അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇതുപോലുള്ളൊരു കമ്പനി കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠിച്ചിട്ട് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു IPO എനിക്ക് തോന്നുന്നു ഷോർട്ട് ടേം ആ ഒരു ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കായാലും ലോങ് ടേം അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കായാലും ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു IPO തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഒരുപാട് IPOs വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് മാസം ഒരുപാട് ഇതുപോലുള്ള IPOs വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇൻവെസ്റ്റേഴ്സിന് അപ്പോൾ ഇതുപോലെ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള IPOസിനെ പറ്റിയുള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. അതുപോലെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.